നമസ്കാരം. നമ്മളെ മലയാളികൾ ഒരിക്കലും മറക്കാനാവാത്ത ചില രംഗങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ ഹൃദയത്തിനുള്ളിൽ കിടക്കുന്നുണ്ട്. അതിൽ ഒന്നായിരുന്നു ആശാ വർക്കർമാരുടെ സമരം. ഒരു കൊല്ലക്കാലം മഴയത്തും വെയിലത്തും സമരം നടന്നിട്ട് പിണറായി എന്ന് പറയുന്ന കേരളത്തിൻ്റെ ഭീകരനായ ഏകാധിപതിക്ക് ആ തൊഴിലാളികളോട്, പാവപ്പെട്ട തൊഴിലാളികളുടെ, അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ആ തൊഴിലാളികളോട് ഒരു സാമാന്യ നീതി പോലും കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അവർ മഴ കൊള്ളട്ടെ വെയിൽ കൊള്ളട്ടെ അവസാനം ഇറങ്ങിപ്പോവും. എളമരം കരീമൊക്കെ തൊഴിലാളി നേതാവ് എന്ന നിലയിൽ അദ്ദേഹം കാണിച്ചിട്ടുള്ള ധിക്കാരവും അഹങ്കാരവും എന്തായിരുന്നു എന്ന് നമുക്കറിയാം. നമുക്ക് അതിനെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ വാക്കുകളൊക്കെ ഇവിടെ നിൽക്കില്ല. അത്രയും ധിക്കാരികളും അഹങ്കാരികളും അതേ നാടിനെ ഏതു വിധേനയും വിറപ്പിച്ച് പാവപ്പെട്ടവരെ ചവിട്ടി അരച്ചിട്ടുള്ള ഒരു ഗവൺമെന്റ് ആയിരുന്നു കഴിഞ്ഞ ഗവൺമെന്റ്. ആശാ വർക്കർമാർ അവസാനം കരഞ്ഞുകൊണ്ടാണ് ഇന്ന് തല മുണ്ടനം ചെയ്ത് പൊട്ടിക്കരഞ്ഞ് ആർത്തു നിലവിളിക്കുന്ന ആ രംഗം നമ്മുടെ മനസ്സിൽ നിന്ന് പോകുമോ? അന്ന് ആ ഭാഗമാണ് നമ്മൾ തുടക്കത്തിൽ കൊടുത്തുള്ളത്. അന്ന് വി.ഡി. സതീശൻ അവിടെ ചെന്ന് പ്രഖ്യാപിച്ചു, ഞാൻ UDF അധികാരത്തിൽ വന്നാൽ ഇതിന് ഫസ്റ്റ് തീരുമാനമുണ്ടായിരിക്കും, ഫസ്റ്റ് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമുണ്ടായിരിക്കുമെന്നാണ്. അതെ, അദ്ദേഹം ആ വാക്ക് പാലിച്ചതാണ് ഇന്ന് മന്ത്രിസഭാ യോഗത്തിലുണ്ടായത്. അദ്ദേഹം ആദ്യം തന്നെ അത് മറക്കാതെ കൃത്യമായി തന്നെ പ്രവർത്തിച്ചു. ആശാ വർക്കർമാർക്ക് 3000 രൂപയും അതേപോലെ അംഗനവാടി വർക്കേഴ്സിന് 1000 രൂപയും പാചക തൊഴിലാളികൾക്ക് 1000 രൂപയും പ്രീ പ്രൈമറി ടീച്ചർമാർക്ക് ആയമാർക്ക് 1000 രൂപയും വീതം വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ള സന്തോഷമുള്ള ഒരു കാര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. തീർച്ചയായും നമ്മുടെ സാധാരണ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. അടിസ്ഥാന വർഗക്കാർക്കുള്ള വല്ലാതെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഇന്ന് ആളുകൾക്കുള്ള ഒരു പ്രഖ്യാപനമാണ്. പിണറായി വിജയൻ എന്താണ് ചെയ്തത് നമുക്കറിയാം. സമരം നടത്തി അവരെ വെറുപ്പിച്ച് മഴയും വെയിലും കൊള്ളിപ്പിച്ച് അവര് സർക്കാരിനെതിരെ പെരുമാറുകയാണ് എന്നൊക്കെ പറഞ്ഞ് വീണ ജോർജും അതേപോലെ പിണറായി വിജയനും എന്തൊക്കെ ആഭാസത്തരങ്ങളാണ് കാണിച്ചിട്ടുള്ളത്. വീണ ജോർജ് എന്ന് അറിയാലോ, ഒരു രാഷ്ട്രീയ പ്രവർത്തനവും ഇല്ലാത്ത വീണ ജോർജ് പിണറായി വിജയനെ കുറെ കുഴലൂത്ത് നടത്തിയപ്പോൾ പിണറായി വിജയൻ എന്തായി, അവരെ മന്ത്രിയാക്കി, സാമൂഹ്യക്ഷേമ മന്ത്രിയും അതേപോലെ ആരോഗ്യമന്ത്രിയാക്കി മാറ്റി. അവർക്ക് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയില്ല എന്നുള്ളത് പിന്നീട് തെളിയിച്ചു. മാത്രമല്ല അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചാൽ അത് വീണ ജോർജ് ആണെന്നും തെളിയിച്ചു. ഞാനാണ് ആദ്യമായിട്ട് വീണ ജോർജിനെതിരെ കേരളത്തിൽ വാർത്ത ചെയ്തു തുടങ്ങി. അതിൻ്റെ പേര് കള്ളക്കേസിൽ എന്നെ കൊടുക്കുകയുണ്ടായി, എന്നെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി, ജയിലടയ്ക്കുകയുണ്ടായി. 3 കേസുകളിലും പിന്നിൽ പ്രവർത്തിച്ചത് വീണ ജോർജ് ആയിരുന്നു. അതിലെല്ലാം അവർ കേസിൽ പ്രതികളാവും. കൃത്യമായിട്ട് ആ കേസിനെ നടപടികളെ മുന്നോട്ട് പോകും. ക്രിമിനൽ ആൻഡ് സിവിൽ കേസ് ഞാൻ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള വീണ ജോർജിന്, സ്ത്രീകളുടെ വേദന അറിയാത്ത വീണ ജോർജിന് ആഡംബര ജീവിതം നയിച്ചുള്ള അവരെ സംബന്ധിച്ചിടത്തോളം ഈ പാവപ്പെട്ട ആശാ വർക്കർമാരുടെ പ്രശ്നങ്ങളൊന്നും അവർക്കൊരു പ്രശ്നമേ അല്ല. അവർ വെന്താലും ഉരുകിയാലും ഒരു പ്രശ്നമേ വരുന്നതല്ല. എന്തായാലും അന്ന് വി.ഡി. സതീശൻ പോയ രംഗങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ സമരത്തിന്റെ രൂക്ഷതയും അതിന്റെ ഗൗരവവും അതിന്റെ ആഴവും ഏറ്റവും നന്നായി അറിയാവുന്ന ഒരാളാണ് ഞാൻ. 4ാമത്തെ ദിവസം മുതൽ ഈ സമരപ്പന്തലിൽ ഇവിടെ ഉണ്ട്. എനിക്കറിയാം, ഞാൻ ഇതുവരെ കാണാത്ത ഒരു സമരമാണ് ഇവിടെ. ഇതൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. ഈ സമരം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പടരും എന്ന കാര്യത്തിൽ എനിക്ക് ഇവിടെ നടന്ന സമരത്തേക്കാൾ രൂക്ഷമായിരിക്കും ഇനി ജില്ലാ തലങ്ങളിലും പഞ്ചായത്തുകളിലും എല്ലാം നടക്കുന്ന സമരം. ഇത്രമാത്രം ജനപിന്തുണ കിട്ടിയ ഒരു സമരം ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. ഇത് സ്ത്രീ ശക്തിയുടെ മഹത്തായ വിജയമാണ്. ഒരു കാര്യം 33 രൂപയാണെങ്കിലും
ഇത് കൂട്ടിക്കൊടുക്കേണ്ടതാണ് എന്ന് തത്വത്തിൽ സമ്മതിച്ചല്ലോ. എന്തൊരു പരിഹാസമായിരുന്നു, ഒരു അർഹതയില്ല. കഴിഞ്ഞ ദിവസം കുറെ കള്ളക്കണക്കൊക്കെ പറഞ്ഞു. കിട്ടുന്ന പൈസ 233 രൂപയാണ് ഒരു ദിവസം കിട്ടുന്നത്, അല്ലേ? അതിനേക്കാൾ അപ്പുറത്തൊന്നും കിട്ടുന്നില്ല. എന്നിട്ട് ഇപ്പൊ 33 രൂപയെങ്കിലും കൂട്ടിയല്ലോ. കൂട്ടിയെന്ന് നമ്മൾ എതിർക്കുന്നില്ല. 1000 രൂപ ഒരാരും വീട്ടിൽ നിന്ന് എടുത്ത് തരുന്നതല്ലോ, അർഹതപ്പെട്ടതാ. നിങ്ങൾ ആവശ്യപ്പെട്ട ഒരു തലത്തിലേക്ക് മിനിമം വേജസിന്റെ നിലവാരത്തിലേക്ക് നമുക്ക് അങ്ങനെ കൊണ്ടുപോകും. അതിനു വേണ്ടിയിട്ടുള്ള വലിയ പോരാട്ടമാണ് ഇത്. ആ പോരാട്ടം വിജയിക്കുക തന്നെ ചെയ്യും അന്തിമമാണ്. ഞാൻ 2 പ്രാവശ്യം ഇവിടെ വെച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, UDF സർക്കാർ 26 അധികാരത്തിൽ വരുമ്പോൾ ആദ്യത്തെ ക്യാബിനറ്റ് യോഗത്തിൽ നിങ്ങൾ തീരുമാനം, ആദ്യത്തെ ക്യാബിനറ്റ് യോഗം. അത് കഴിഞ്ഞ് വേറെ ഏത് കാര്യങ്ങൾ നോക്കുള്ളൂ UDF. മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഈ വേദിയിൽ വെച്ച് പറയുന്നു. വാക്ക കേട്ടില്ലേ അദ്ദേഹം പ്രഖ്യാപിച്ചതെന്ന്? അന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു ഇത് ആ കണ്ണീരൊപ്പിക്കൊണ്ട്, ആശാ വർക്കർമാരുടെ കണ്ണീരൊപ്പിക്കൊണ്ട് അന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ആദ്യത്തെ തീരുമാനം ആശാ വർക്കർമാർക്കുള്ള ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരിക്കും. അദ്ദേഹം വാക്ക് പാലിച്ചിരിക്കുന്നു. ബാക്കി അദ്ദേഹം പറഞ്ഞ റിട്ടയർമെന്റ് ബെനിഫിറ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഞങ്ങൾ പിന്നെ പരിശോധിക്കും. അദ്ദേഹത്തിന്റെ വാക്കുകൾ പൂർണ്ണമായി കേൾക്കാം. ഇനി നമ്മൾ ഈ വാക്കാണല്ലോ പ്രധാനം. വാക്ക് പറയുമ്പോൾ മറന്നുപോലെ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ വിശ്വാസ്യത എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ തന്നെ ആശാ വർക്കർമാരുടെ പന്തലിൽ പോയി സമരം അവസാനിപ്പിക്കുന്നതിന് മുമ്പും സമരം അവസാനിപ്പിച്ച ദിവസം വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യത്തെ ക്യാബിനറ്റിൽ നിങ്ങളുടെ സഹായങ്ങൾ പ്രഖ്യാപിച്ചു തുടങ്ങും. എല്ലാം അവർ ആവശ്യപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ചെയ്യണം നമുക്കുണ്ട്. പക്ഷെ നിങ്ങൾക്കറിയാലോ, നമ്മളൊരു സമ്പദ് വ്യവസ്ഥയെ കുറിച്ചുള്ള ഒരു പഠനങ്ങളൊക്കെ നടക്കുന്നില്ല. എങ്കിലും ആദ്യഘട്ടത്തിലായി അവർക്ക് 3000 രൂപയുടെ വർധനവ് പ്രഖ്യാപിച്ചു. ആദ്യത്തെ ക്യാബിനറ്റ് യോഗം തീരുമാനിച്ചു. റിട്ടയർമെന്റ് ബെനിഫിറ്റിനെ സംബന്ധിച്ചിട്ടുള്ള യോഗം അടുത്ത ഒരു മാസത്തിനുള്ളിൽ തന്നെ അതുകൂടി തീരുമാനിച്ചു പ്രഖ്യാപിക്കും. കാരണം അതിന്റെ കുറച്ച് ഫിനാൻഷ്യൽ ലയബിലിറ്റി മറ്റു കാര്യങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വളരെ പെട്ടെന്നല്ലേ, നമ്മളിപ്പോ ചാർജ് എടുത്താലേ നമുക്ക് ഇതൊക്കെ ചോദിക്കാൻ പറ്റുള്ളൂ. അവരൊക്കെ വരാനുള്ള ചില കാലതാമസങ്ങൾ കൊണ്ട് മാത്രമാണ്. അവരോട് പറഞ്ഞ വാക്കുകൾ തീർച്ചയായിട്ടും പാലിക്കും. ആദ്യഘട്ടത്തിലാണ് 3000 രൂപ വർദ്ധിപ്പിക്കുന്നത്. റിട്ടയർമെന്റ് ബെനിഫിറ്റിന്റെ കാര്യം ഒരുപാട് തീരുമാനിക്കും. കുറച്ചുകൂടി കഴിയുമ്പോൾ അടുത്തൊരു ഘട്ടം കൂടി പ്രഖ്യാപിക്കും. ഇപ്പോ നമുക്ക് ഇപ്പൊ ഉള്ളത് 9,000 രൂപയാണ് ഇപ്പൊ ഉള്ളത്. അത് 12,000 രൂപ ആവും. പിന്നെ അംഗൻവാടി ജീവനക്കാരുടെ വർക്കർമാര്, ഹെൽപ്പർമാർ, അവരുടെ പ്രശ്നങ്ങൾ നമുക്ക് അറിയാം. ഞാൻ തന്നെ നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങൾ തന്നെ നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അവരുടെ കാര്യം മറന്നുപോയിട്ടില്ല എന്ന് അവരെ ഓർപ്പിക്കാൻ കൂടി വലിയ തുകയൊന്നുമല്ല, 1000 രൂപ അവരുടെ വരുമാനത്തിൽ വർദ്ധിപ്പിക്കും. വലിയ തുകയൊന്നുമല്ല. അവർക്ക് 14,500 രൂപയും 15,000 രൂപയുടെ നിലവിൽ കിട്ടുന്നത്. അതിനോട് 1000 രൂപ കൂടി. സാമ്പത്തിക സ്ഥിതി കുറച്ചുകൂടി മെച്ചപ്പെടുമ്പോ അവരുടെ കാര്യം മറന്നുപോകില്ല, നിങ്ങളുടെ കാര്യം ഞങ്ങളുടെ ഓർമ്മയിലുണ്ട് എന്ന പാവങ്ങളോടുള്ള ഒരു മെസ്സേജാണ് 1000 രൂപ കൂട്ടിയത്. നിങ്ങൾ ഞങ്ങളുടെ മനസ്സിലുണ്ട് എന്നുള്ളൊരു മെസ്സേജ്, സന്ദേശം അതാ. പിന്നെ സംസ്ഥാനത്തെ പാചക തൊഴിലാളികളുടെ വേതന വളരെ മോശമാണ്. അവർക്കും അതുപോലെ തന്നെ ഒരു 1000 രൂപ നമ്മൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ജോലി ചെയ്തു വരുന്ന പ്രീ പ്രൈമറി ടീച്ചർമാരുടെയും ആയമാരുടെയും ഓണറേറിയം അതും ഒരു 1000 രൂപ കൂട്ടിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ അതിന്റെ സാമ്പത്തിക ബാധ്യതകളെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് ഇതെല്ലാം ചെയ്തത്. അതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ 2000 രൂപയും 3000 രൂപ കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. 1000 രൂപ ആക്കിയത് അതാണ്. പക്ഷെ നമ്മളൊരു ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയാം പിന്നീട് സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണ് മെച്ചപ്പെടുത്താൻ പോകുന്നതെന്നൊക്കെ ഇന്നെല്ലാം കൂടി പറയണ്ടല്ലോ. ഒരു പ്ലാൻ ഉണ്ട്. അപ്പൊ ആ പ്ലാൻ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം വരും. അതിനൊരു ടൈം ഫ്രെയിം ഉണ്ട്. അപ്പോൾ അതെല്ലാം അടുത്ത ദിവസങ്ങളിൽ അതിന്റെ പൂർണ്ണമായ തീരുമാനം നമ്മൾ വരും.